ഏകദേശം 1,00,000 RPM കറങ്ങുന്ന ഈ യന്ത്രമാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെയൊക്കെ പിന്നിലെ ഒരു പ്രധാന കാരണം. സെൻട്രിഫ്യൂജ് എന്നാണ് ഈ യന്ത്രത്തിന്റെ പേര്. വെപ്പൺ ഗ്രേഡ് യുറാനിയം ഉണ്ടാക്കാൻ ആവശ്യമായ എൻറിച്ച്മെന്റ് എന്ന പ്രോസസ്സ് ചെയ്യാനാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. വളരെ ചുരുക്കം ചില രാജ്യങ്ങളുടെ കയ്യിലേ ഈ ടെക്നോളജി ഉണ്ടായിരുന്നുള്ളൂ. ഇറാന് ഈ ടെക്നോളജി കിട്ടിയതിന് പിന്നിൽ ലോകം കണ്ട ഏറ്റവും വലിയ ന്യൂക്ലിയർ സ്പൈ നെറ്റ്വർക്കിന്റെ കൈകളുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇറാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. പിന്നെ ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാവാൻ എന്താണ് കാരണം? ഇറാൻ എന്ത് ലൈൻ ക്രോസ് ചെയ്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്? സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സംശയമാണ്. എന്താണ് എൻറിച്ച്മെന്റ്? അതിനുപയോഗിക്കുന്ന സെൻട്രിഫ്യൂജ് എന്ന യന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതുണ്ടാക്കാനുള്ള ടെക്നോളജി ഇറാന് എവിടെ നിന്നും കിട്ടി? ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ എൻറിച്ച്മെന്റ് കൂടിയേ തീരൂ എന്നുണ്ടോ? വെറും 10 ദിവസം കൊണ്ട് 10 ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കാൻ ആവശ്യമായ വെപ്പൺ ഗ്രേഡ് യുറാനിയം ഉണ്ടാക്കാൻ ഈ യന്ത്രം ഉപയോഗിച്ച് കഴിയുമോ? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതെങ്കിലും ഒരു രാജ്യം സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെയും മറ്റുള്ള രാജ്യങ്ങൾ അത് തടയാൻ ശ്രമിക്കുന്നതിൻ്റെയും സയന്റിഫിക്കും ടെക്നിക്കലുമായ വശങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും വിഷയം ഇതായതുകൊണ്ട് ഇതിൽ കുറച്ച് ചരിത്രവും കുറച്ച് ഇന്റർനാഷണൽ പൊളിറ്റിക്സും എന്തായാലും കടന്നു വരും. അത് ഒഴിവാക്കാൻ കഴിയില്ല. ഈ ഒരു വിഷയത്തിൽ ഓരോ രാജ്യവും എടുത്തിട്ടുള്ള നിലപാടുകൾ പറയുക എന്നല്ലാതെ ആ നിലപാടുകൾ ശരിയാണെന്നോ തെറ്റാണെന്നോ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഒരു തരത്തിലുള്ള ക്ലാസിഫൈഡ് ഇൻഫർമേഷനും ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ന്യൂക്ലിയർ വെപ്പൺ കയ്യിലുള്ള രാജ്യങ്ങൾക്ക് നേരെ കാര്യമായ ഒരു കടന്നുകയറ്റം ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ന്യൂക്ലിയർ വെപ്പൺസിനോടുള്ള ഈ ഭയമാണ് മറ്റു ചില രാജ്യങ്ങളെ സ്വന്തമായി ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. പക്ഷേ ന്യൂക്ലിയർ വെപ്പൺസ് കൈവശം വെക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുന്തോറും അത് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയും കൂടും. അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യവും ന്യൂക്ലിയർ വെപ്പൺസ് പുതുതായി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തടയുക എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് ലോക രാജ്യങ്ങളും സ്വീകരിച്ചു വരുന്ന നയം. ന്യൂക്ലിയർ വെപ്പൺസ് സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്റർനാഷണൽ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് അത് ചെയ്യുക എന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ ന്യൂക്ലിയർ ഫ്യൂവല് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ന്യൂക്ലിയർ വെപ്പൺസ് പ്രധാനമായും 2 തരമുണ്ട് എന്ന് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. ഒന്ന്, വലിയ ആറ്റംസിന്റെ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കുന്നത് വഴി ഊർജ്ജമുണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ. 2, ചെറിയ ആറ്റംസിന്റെ ന്യൂക്ലിയസിനെ സംയോജിപ്പിക്കുന്നത് വഴി ഊർജ്ജമുണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫിഷൻ ബോംബുകളെ ആറ്റം ബോംബ് എന്നും ഫ്യൂഷൻ ബോംബുകളെ ഹൈഡ്രജൻ ബോംബ് അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ ബോംബ് എന്നുമാണ് വിളിക്കാറ്. ഇതിൽ ന്യൂക്ലിയർ ഫിഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആറ്റം ബോംബുകൾ ഉണ്ടാക്കാനാണ് താരതമ്യേന എളുപ്പം. ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിച്ചത് ഇത്തരം ബോംബുകളാണ്. അതുകൊണ്ട് തന്നെ ആണവായുധം പുതുതായി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളൊക്കെ ആദ്യം ആറ്റം ബോംബുകളാണ് നിർമ്മിക്കാൻ ശ്രമിക്കുക. ന്യൂക്ലിയർ ഫിഷൻ നടത്താൻ അനുയോജ്യമായ മെറ്റീരിയലിനെ ഫിസൈൽ മെറ്റീരിയൽ എന്നാണ് വിളിക്കുന്നത്. വളരെ ചുരുക്കം ചില മൂലകങ്ങളിൽ മാത്രമേ ന്യൂക്ലിയർ ഫിഷൻ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. യുറേനിയം 235, പ്ലൂട്ടോണിയം 239 എന്നീ 2 മൂലകങ്ങളാണ് ഇന്ന് പ്രധാനമായും ഫിസൈൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു രാജ്യം ബോംബ് ഉണ്ടാക്കാൻ ഇതിൽ ഏത് മെറ്റീരിയലാണ് സെലക്ട് ചെയ്യുക എന്നത് ആ രാജ്യത്തിൻ്റെ നാച്ചുറൽ റിസോഴ്സസും അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുസരിച്ചിരിക്കും. നമുക്ക് ആദ്യം യുറാനിയത്തിൻ്റെ കാര്യം നോക്കാം. യുറാനിയത്തിൻ്റെ U-235 എന്ന ഐസോട്ടോപ്പാണ് ഫിസൈൽ മെറ്റീരിയൽ. എന്നാൽ നാച്ചുറലി എക്സിസ്റ്റിംഗ് യുറാനിയത്തിൽ കൂടുതലും ഉള്ളത് U-238 എന്ന ഐസോട്ടോപ്പാണ്. നാച്ചുറൽ യുറാനിയത്തിൽ 0.7% മാത്രമാണ് ഫിസൈൽ മെറ്റീരിയലായ U-235 ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന യുറാനിയത്തിനെ നേരിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല. അതിൽ നിന്നും U-235നെ വേർതിരിച്ചെടുത്ത ശേഷം വേണം ഉപയോഗിക്കാൻ. ഒരു മൂലകത്തിൽ നിന്നും മറ്റൊരു മൂലകത്തെ വേർതിരിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് സാധാരണ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് വേർതിരിക്കേണ്ടത് 2 വ്യത്യസ്ത മൂലകങ്ങളെ അല്ല, ഒരേ മൂലകത്തിന്റെ തന്നെ 2 ഐസോട്ടോപ്പുകളെയാണ്. U-235ഉം U-238ഉം യുറേനിയം തന്നെ ആയതുകൊണ്ട് ഇവ രണ്ടിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടിനെയും കെമിക്കൽ പ്രോസസ്സുകൾ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവ തമ്മിൽ ആകെയുള്ള വ്യത്യാസം U-235ന് മാസ് ഒരല്പം കുറവാണ് എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസം ഉപയോഗിച്ചുകൊണ്ട് വേണം ഇവയെ വേർതിരിക്കാൻ. അതിനുപയോഗിക്കേണ്ടത് കോംപ്ലിക്കേറ്റഡ് ആയ ചില ഫിസിക്കൽ പ്രോസസ്സുകളാണ്. സത്യത്തിൽ ഇവ രണ്ടിനെയും വേർതിരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്,
പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന യുറാനിയത്തിലെ U-235 അളവ് ചില പ്രത്യേക പ്രോസസ്സുകൾ വഴി പല സ്റ്റേജുകളായിട്ട് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എൻറിച്ച്മെന്റ് അഥവാ സമ്പുഷ്ടീകരണം എന്ന് വിളിക്കുന്നത്. ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് എൻറിച്ച്മെന്റ്. പക്ഷേ ഇത് ടെക്നിക്കലി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. മാത്രമല്ല ഇത് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. എന്നിട്ടും ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ന്യൂക്ലിയർ ഫ്യൂവലിന് വേണ്ടി യുറാനിയം തന്നെ ഉപയോഗിക്കുന്നതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അടുത്ത ഓപ്ഷനായ പ്ലൂട്ടോണിയത്തിൻ്റെ ഗുണങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്ലൂട്ടോണിയത്തിൻ്റെ Pu-239 എന്ന ഐസോട്ടോപ്പാണ് ഫിസൈൽ മെറ്റീരിയൽ. ശരിക്കും പറഞ്ഞാൽ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ യുറേനിയം 235നേക്കാൾ നല്ലത് പ്ലൂട്ടോണിയം 239 ആണ്. കാരണം പ്ലൂട്ടോണിയത്തിൻ്റെ ക്രിട്ടിക്കൽ മാസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ മിനിമം പ്ലൂട്ടോണിയത്തിൻ്റെ അളവ് യുറാനിയത്തേക്കാൾ കുറവാണ്. മാത്രമല്ല പ്ലൂട്ടോണിയത്തെ വേർതിരിച്ചെടുക്കാൻ കെമിക്കൽ പ്രോസസ്സുകൾ ഉപയോഗിച്ച് കഴിയും. കോംപ്ലിക്കേറ്റഡും സ്ലോവുമായ ഫിസിക്കൽ പ്രോസസ്സുകളുടെ ആവശ്യം വരുന്നില്ല. അമേരിക്ക, റഷ്യ ഒക്കെ പോലെയുള്ള മിക്ക വലിയ ആണവ ശക്തികളും ഉപയോഗിക്കുന്നത് പ്ലൂട്ടോണിയം ബേസ്ഡ് ഫിഷൻ ഡിവൈസുകളാണ്. പക്ഷേ പ്ലൂട്ടോണിയത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂലകമല്ല. അതായത് യുറേനിയം ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന പോലെ പ്ലൂട്ടോണിയം നമുക്ക് ഭൂമിയിൽ നിന്നും കിട്ടില്ല. അത് നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കണം. നമ്മൾ നേരത്തെ കണ്ട യുറാനിയത്തിൻ്റെ U-238 എന്ന ഐസോട്ടോപ്പ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത ശേഷം ചില ആന്തരികമായ മാറ്റങ്ങൾക്ക് ശേഷം പ്ലൂട്ടോണിയം 239 ആയിട്ട് മാറും. അങ്ങനെയാണ് ന്യൂക്ലിയർ ഫിഷൻ ആവശ്യമായ പ്ലൂട്ടോണിയം സാധാരണ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ ആവശ്യമായ ന്യൂട്രോൺസ് ഒരു ന്യൂക്ലിയർ റിയാക്ടറിനുള്ളിൽ മാത്രമേ ഉണ്ടാവൂ. അതായത് ഒരു വർക്കിംഗ് ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടെങ്കിലേ നമുക്ക് പ്ലൂട്ടോണിയം ഉണ്ടാക്കാൻ കഴിയൂ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന യുറേനിയത്തിൽ U-235ഉം U-238ഉം ഉണ്ടാവും. അതിൽ ഫിഷൻ നടക്കുന്നത് കൂടുതലും U-235 എന്നാൽ അതേസമയം തന്നെ അതിലുള്ള U-238ൻ്റെ നല്ലൊരു അംശം റിയാക്ടറിൻ്റെ ഉള്ളിൽ വെച്ച് ന്യൂട്രോൺ അബ്സോർബ് ചെയ്ത ശേഷം പ്ലൂട്ടോണിയം 239 ആയിട്ട് മാറും. ഫ്യൂവലിലെ U-235 മുഴുവനും ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഫ്യൂവല് ന്യൂക്ലിയർ വേസ്റ്റ് ആയിട്ട് മാറും. അതിൽ അത്യന്തം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫിഷൻ പ്രോഡക്ട്സ് ഒരുപാടുണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ ഈ പ്ലൂട്ടോണിയം 239ഉം അതിനകത്തുണ്ടാവും. ആ ന്യൂക്ലിയർ വേസ്റ്റിൽ നിന്നും പ്ലൂട്ടോണിയം 239 എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ കഴിയും. പ്ലൂട്ടോണിയം എന്നത് തികച്ചും മറ്റൊരു എലമെൻ്റ് ആയതുകൊണ്ട് കെമിക്കൽ പ്രോസസ്സുകൾ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കോംപ്ലിക്കേറ്റഡും സ്ലോവുമായ ഫിസിക്കൽ പ്രോസസ്സുകളുടെ ആവശ്യം വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ആറ്റം ബോംബ് നിർമ്മിക്കാൻ പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ നല്ലത് എന്ന് പെട്ടെന്ന് തോന്നാം. പക്ഷേ അവിടെയാണ് ചില പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ വരുന്നത്. സ്വന്തമായി ആറ്റം ബോംബ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ സ്വന്തമായിട്ടുണ്ടാക്കാൻ. ഇനി ഊർജ്ജ ആവശ്യങ്ങൾക്ക് എന്നും പറഞ്ഞ് ഏതെങ്കിലും വികസിത രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ന്യൂക്ലിയർ റിയാക്ടർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുക. അതിലുപയോഗിക്കുന്ന ഫ്യൂവല് ഉപയോഗിച്ച ശേഷം ഒന്നല്ലെങ്കിൽ ആ രാജ്യത്തിന് തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് സേഫായിട്ട് സ്റ്റോർ ചെയ്യണം. അതിൽ നിന്നും പ്ലൂട്ടോണിയം എക്സ്ട്രാക്ട് ചെയ്യാൻ ആരും അനുവദിക്കില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ന്യൂക്ലിയർ വേസ്റ്റ് തുടർച്ചയായ ഇന്റർനാഷണൽ നിരീക്ഷണത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി ഏതെങ്കിലും രീതിയിൽ സ്വന്തമായൊരു റിയാക്ടർ ഉണ്ടാക്കി അതിൽ നിന്നും ഉണ്ടാകുന്ന ഫ്യൂവലിൽ നിന്നും പ്ലൂട്ടോണിയം പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യാൻ വളരെ വലിയ റീപ്രോസസ്സിംഗ് പ്ലാന്റുകൾ വേണം. മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് അത്യന്തം റേഡിയോ ആക്റ്റീവായ ന്യൂക്ലിയർ വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് ഇത്തരമൊരു പ്ലാന്റിൻ്റെ പ്രവർത്തനം മറ്റ് രാജ്യങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആണവ ഇന്ധനത്തിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇത്തരമൊരു പ്ലാന്റിൻ്റെ പ്രവർത്തനം എന്തായാലും കണ്ടുപിടിക്കും. ചില പ്രത്യേകതരം റിയാക്ടറുകളിൽ ഒഴിച്ച് സാധാരണ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊന്നും പ്ലൂട്ടോണിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്ന് ആർക്കും അനുമാനിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ മേല് മറ്റുള്ള രാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻസും കടുത്ത സമ്മർദ്ദം ചെലുത്താനും ഉപരോധം ഏർപ്പെടുത്താനും തുടങ്ങും. അതായത് പ്ലൂട്ടോണിയം എന്ന മൂലകം നാച്ചുറൽ സോഴ്സുകളിൽ നിന്നും ലഭിക്കില്ല. പ്ലൂട്ടോണിയം പ്രോസസ്സ് ചെയ്യാൻ വേണ്ട പ്ലാന്റുകൾ മറ്റു രാജ്യങ്ങളുടെ കണ്ണിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ആറ്റം ബോംബ് നിർമ്മിക്കാനല്ലാതെ പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നതിന് വേറെ ഒരു കാരണവും എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ കഴിയില്ല. ഈ കാരണങ്ങൾ കൊണ്ട് പുതുതായി ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ പ്ലൂട്ടോണിയത്തെക്കാൾ യുറേനിയമാണ് ഇന്ധനമായിട്ട് പ്രിഫർ ചെയ്യുന്നത്. യുറേനിയത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് വളരെ ബുദ്ധിമുട്ടേറിയതാണെങ്കിലും അത്തരം എൻറിച്ച്മെൻറ്റ് പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യാൻ താരതമ്യേന കുറച്ച് സ്ഥലം മതി. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുടെ കണ്ണിൽ നിന്നും അവയെ ഒളിപ്പിച്ചു വെക്കാൻ ഈസിയാണ്.
ഈവൻ സേഫായ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിൽ വെച്ചും എൻറിച്ച്മെന്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്താൽ ശത്രുരാജ്യം എൻറിച്ച്മെന്റ് ഫെസിലിറ്റി പെട്ടെന്ന് നശിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. യുറേനിയത്തിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അത് ബോംബ് ഉണ്ടാക്കാൻ മാത്രമല്ല മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, അതായത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയോ ആണ് യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യുന്നത് എന്ന ഒരു എക്സ്ക്യൂസ് ലോക രാജ്യങ്ങളോട് പറയാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു എൻറിച്ച്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം തടയാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കോ മറ്റ് ലോക രാജ്യങ്ങൾക്കോ കഴിയില്ല. മാക്സിമം പോയാൽ ഇത്തരം ഫെസിലിറ്റിയിൽ പീരിയോഡിക് ഇൻസ്പെക്ഷൻ നടത്തണം എന്ന് പറയാനേ അവർക്ക് കഴിയൂ. ചുരുക്കി പറഞ്ഞാൽ സാങ്കേതികമായ കാരണങ്ങളെക്കാൾ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് പുതുതായി ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ യുറേനിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് യുറേനിയം എൻറിച്ച്മെന്റിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കാം. പ്രധാനമായും 2 മെത്തേഡുകളാണ് യുറേനിയം എൻറിച്ച്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഗ്യാസ് ഡിഫ്യൂഷൻ എന്ന മെത്തേഡാണ്. ഹിരോഷിമയിൽ പൊട്ടിച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബിന് ആവശ്യമായ യുറേനിയം ഉണ്ടാക്കിയത് ഈ മെത്തേഡ് ഉപയോഗിച്ചാണ്. അതിനെക്കുറിച്ച് വിശദമായി മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യുറേനിയം എൻറിച്ച്മെന്റിന് വേണ്ടി ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂജ് എന്ന ഉപകരണമാണ്. അതിൻ്റെ ചിത്രമാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത്. നാച്ചുറൽ സോഴ്സുകളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന യുറേനിയത്തിൽ 99.3% U-238ഉം 0.7% U-235ഉമാണ് ഉള്ളത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ കിട്ടുന്ന യുറേനിയത്തിനെ ആദ്യം യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എന്നൊരു വാതകമാക്കി മാറ്റും. എന്നിട്ട് വളരെ ഉയർന്ന സ്പീഡിൽ കറങ്ങുന്ന ഒരു സിലിണ്ടറിനകത്തേക്ക് കടത്തിവിടും. കറങ്ങുന്ന ആ സിലിണ്ടറിനകത്ത് വെച്ച് ഉയർന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾക്ക് വിധേയമാകുമ്പോൾ ഭാരം കൂടുതലുള്ള യുറേനിയം 238 സിലിണ്ടറിന്റെ പുറം ചുവരിന്റെ അടുത്തേക്ക് നീങ്ങാനും ഭാരം കുറവുള്ള യുറേനിയം 235 സിലിണ്ടറിന്റെ സെന്ററിന്റെ അടുത്തേക്ക് നീങ്ങാനും തുടങ്ങും. ഇതുമൂലം 2 ഐസോട്ടോപ്പുകൾ തമ്മിൽ ഒരു ക്ലിയർ കട്ട് സെപ്പറേഷൻ ഒന്നും സംഭവിക്കില്ല. എങ്കിലും സിലിണ്ടറിനകത്ത് U-235ന്റെ കോൺസെൻട്രേഷനിൽ ചെറിയൊരു ഗ്രേഡിയന്റ് ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ സിലിണ്ടറിനുള്ളിൽ U-235ന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തു നിന്നും വാതകം പുറത്തേക്ക് എടുത്താൽ ആ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന U-235ന്റെ കോൺസെൻട്രേഷൻ 0.7%-ത്തേക്കാൾ ഒരല്പം കൂടിയിട്ടുണ്ടാവും. അങ്ങനെ പുറത്തെടുക്കുന്ന വാതകത്തെ ഇത്തരത്തിലുള്ള മറ്റൊരു കറങ്ങുന്ന സിലിണ്ടറിന്റെ അകത്തൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ U-235ന്റെ കോൺസെൻട്രേഷൻ പിന്നെയും ഒരല്പം കൂടും. അങ്ങനെ ഒരുപാട് തവണ ചെയ്തു കഴിയുമ്പോൾ U-235ന്റെ കോൺസെൻട്രേഷൻ കുറേശ്ശെയായിട്ട് കൂടി വരുന്നതായിട്ട് കാണാം. ഇതാണ് എൻറിച്ച്മെന്റിൽ സംഭവിക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്നും തന്നെ ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല ഇത് ചെയ്യാൻ ഒരുപാട് സെൻട്രിഫ്യൂജുകൾ ആവശ്യമാണ്. ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ടെക്നിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഈ സെൻട്രിഫ്യൂജിന്റെ ഡിസൈൻ തന്നെയാണ്. ഈ കറങ്ങുന്ന സിലിണ്ടറിന്റെ സ്പീഡ് 1,00,000 RPM ഒക്കെ ആയിരിക്കും. അത്രയും വേഗത്തിൽ കറങ്ങുന്നതിൻ്റെ ഇടയിലാണ് അതിനകത്തേക്കും പുറത്തേക്കും വാതകങ്ങളെ കടത്തിവിടേണ്ടത്. ഈ സിലിണ്ടറിന് താഴെ ഒരു നീഡിൽ ബെയറിങ്ങും മുകളിൽ ഒരു മാഗ്നറ്റിക് ബെയറിങ്ങുമാണ് ഉണ്ടാവുക. ഈ 2 സപ്പോർട്ടിൽ മാത്രം നിന്നുകൊണ്ട് ഇത്രയും ഉയർന്ന വേഗതയിൽ കറങ്ങുമ്പോൾ ഒരു ചെറിയ ഇംബാലൻസ് ഉണ്ടായാൽ പോലും ഈ സെൻട്രിഫ്യൂജ് തകർന്ന് തൈപ്പടമാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിസൈനും നിർമ്മാണവും ടെക്നിക്കലി ചാലഞ്ചിങ് ആണെന്ന് പറയുന്നത്. വളരെ ചുരുക്കം ചില രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഇതുണ്ടാക്കാനുള്ള ടെക്നോളജി ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ടെക്നോളജി പിന്നീട് പല രാജ്യങ്ങളിലേക്ക് ചോർന്നതിന് പിന്നിൽ ഒരു വലിയ ചാരക്കഥ തന്നെയുണ്ട്. ഇതൊരു സയൻസ് വീഡിയോ ആയതുകൊണ്ട് ആ കഥയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. എങ്കിലും വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. എൻറിച്ച്മെന്റ് ചെയ്തിരുന്ന ഒരു യൂറോപ്യൻ കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രമുഖ പാകിസ്ഥാനി ശാസ്ത്രജ്ഞൻ അവിടെ നിന്നും ആ സെൻട്രിഫ്യൂജിന്റെ ഡിസൈനും ബ്ലൂ പ്രിന്റ്സും കൊണ്ട് പാകിസ്ഥാനിലെത്തി. ആ സയന്റിസ്റ്റാണ് പിന്നീട് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെട്ടത്. അബ്ദുൾ ഖാദർ ഖാൻ എന്നാണ് ആ സയന്റിസ്റ്റിന്റെ പേര്. അദ്ദേഹം ഈ ടെക്നോളജി പിന്നീട് പല രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കൈമാറാൻ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇറാൻ, ലിബിയ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് സെൻട്രിഫ്യൂജ് ടെക്നോളജി കൈമാറിയത് ഇദ്ദേഹമാണെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അതിൽ നോർത്ത് കൊറിയ ഓൾറെഡി ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. ലിബിയ ആദ്യം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിന്മാറുകയും അവരുടെ എൻറിച്ച്മെന്റ് പ്ലാന്റ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യുകയും ചെയ്തിരുന്നു. ലിബിയ വഴിയാണ് മിസ്റ്റർ ഖാന്റെ സ്പൈ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിവായത്. ഈ ഖാൻ തന്നെ ഒരിക്കൽ ഈ കാര്യങ്ങൾ മീഡിയയുടെ മുമ്പിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇറാഖ്, സൗദി അറേബ്യ, ഈജിപ്ത്, മലേഷ്യ മുതലായ രാജ്യങ്ങൾക്കും ഈ ടെക്നോളജി കൊടുക്കാൻ മിസ്റ്റർ ഖാൻ ശ്രമിച്ചിരുന്നതായി അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ഉണ്ട്. ഇറാന്റെ എൻറിച്ച്മെന്റ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജിന്റെയും ആദ്യ ഡിസൈൻ വന്നത് മിസ്റ്റർ ഖാന്റെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്.
അതിനുശേഷം ഒരുപക്ഷെ ഇറാൻ ആ ടെക്നോളജി ഒന്നുകൂടെ നവീകരിച്ചിട്ടുണ്ടാവാം. ഇന്ന് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയ സെൻട്രിഫ്യൂജുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻറ്റ് പല സ്റ്റേജുകളിലായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 0.7% എൻറിച്ച്മെൻറ്റിൽ നിന്നും 3 to 5% എൻറിച്ച്മെൻറ്റിലേക്ക് എത്തിക്കും. ന്യൂക്ലിയർ പവർ റിയാക്ടറുകൾ ഉപയോഗിക്കാൻ ഇത്രയും എൻറിച്ച്മെൻറ്റ് മതി. ഇനി അടുത്ത സ്റ്റേജ് 20% എൻറിച്ച്മെൻ്റ് ആണ്. മെഡിക്കൽ ആവശ്യങ്ങൾക്കാണ് 20% എൻറിച്ച്ഡ് യുറേനിയം യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഉപയോഗങ്ങളൊക്കെ തികച്ചും സമാധാനപരമായ ഉപയോഗങ്ങളായതുകൊണ്ട് ഒരു രാജ്യം 20% വരെ എൻറിച്ച്മെൻറ്റ് ചെയ്യുന്നതിൽ കാര്യമായൊരു തടസ്സം പറയാൻ ഇൻ്റർനാഷണൽ ഏജൻസികൾക്ക് കഴിയില്ല. പക്ഷേ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വളരെ കുറച്ച് യുറേനിയം മാത്രമേ ആവശ്യം വരുള്ളൂ. അതുകൊണ്ട് 20% എൻറിച്ച് ചെയ്യുന്ന യുറേനിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കണമെന്ന് ഇൻ്റർനാഷണൽ ഏജൻസികൾക്ക് ആവശ്യപ്പെടാം. എന്നാൽ ഈ അളവിനേക്കാൾ ഒരുപാട് കൂടുതൽ യുറേനിയം ഇറാൻ ഓൾറെഡി എൻറിച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻറിച്ച്മെൻറ്റിൻ്റെ അടുത്ത സ്റ്റേജ് 20% നിന്നും 60%ലേക്കാണ്. അപ്പോഴും അത് വെപ്പൺ ഗ്രേഡ് യുറേനിയം ആയിട്ടില്ല. എങ്കിലും 60% എൻറിച്ച്ഡ് യുറേനിയത്തിൽ ഒരു തരത്തിലുള്ള സമാധാനപരമായ ആവശ്യവും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം 20% കൂടുതൽ എൻറിച്ച്മെൻറ്റിന് ശ്രമിച്ചാൽ ഇൻ്റർനാഷണൽ ഏജൻസികൾ അത് തടയാൻ ശ്രമിക്കും. ആണവ ഇന്ധനത്തിൻ്റെ വ്യാപനം തടയുന്ന NPT അഥവാ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി സൈൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും 20% കൂടുതൽ എൻറിച്ച്മെൻറ്റിന് അവർ ശ്രമിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദവും ഉപരോധങ്ങളും മൂലം പിന്നീട് അവർ 20 നിന്നും 60%ലേക്കുള്ള എൻറിച്ച്മെൻറ്റ് നിർത്തിവെച്ചിരുന്നു. എന്നാൽ 2021 കൂടി അവർ വീണ്ടും 20 നിന്നും 60%ലേക്കുള്ള എൻറിച്ച്മെൻറ്റ് ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻറിച്ച്മെൻറ്റിൻ്റെ അടുത്ത സ്റ്റേജ് 60% നിന്നും 90%ലേക്കാണ്. 90% എത്തിക്കഴിഞ്ഞാൽ അത് വെപ്പൺസ് ഗ്രേഡ് യുറേനിയമായി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻറിച്ച്മെൻറ്റിൻ്റെ ശതമാനം കൂടുന്തോറും എൻറിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സമയവും കുറഞ്ഞു വരും. അതായത് 20% എൻറിച്ച്മെൻറ്റ് വരെ എത്തിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. 20 നിന്നും 60ലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ട് കുറവാണ്. 60 നിന്നും 90ലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ട് അതിലും കുറവാണ്. മാത്രമല്ല 20% എൻറിച്ച്മെൻറ്റിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച അതേ സെൻട്രിഫ്യൂജ് തന്നെ തുടർന്നുള്ള എൻറിച്ച്മെൻറ്റിനും ഉപയോഗിക്കാം. പല സ്റ്റേജുകളായിട്ട് ആവർത്തിച്ച് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് ചുരുങ്ങിയത് 10 ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ യുറേനിയം 60% എൻറിച്ച്മെൻറ്റ് ലെവൽ എത്തിയ അവസ്ഥയിൽ ഇറാൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇനി അതിൽ നിന്നും ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ 90% എൻറിച്ച്മെൻറ്റിലേക്ക് എത്തിക്കാൻ വെറും 8-10 ദിവസങ്ങൾ മതി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു മിലിറ്ററി ആക്ഷനിലേക്ക് തങ്ങൾ കടന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. തങ്ങളുടെ ശത്രു രാജ്യങ്ങളുടെ കയ്യിൽ ഒരു തരത്തിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനും ഉണ്ടാവാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നൊരു നയമാണ് ഇസ്രായേലിന് ഈ വിഷയത്തിലുള്ളത്. ബെഗിൻ ഡോക്ട്രിൻ എന്നാണ് ഈ നയം അറിയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ആക്രമണം നടന്നത്. ഈ ഒരു ആക്രമണത്തിൽ ഇറാൻ്റെ പല ന്യൂക്ലിയർ ഫെസിലിറ്റികളും നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. എങ്കിലും ഫോർഡോ എന്ന സ്ഥലത്തുള്ള അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഇപ്പോഴും ഫങ്ഷണൽ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നശിപ്പിക്കാൻ അമേരിക്കയുടെ കയ്യിലുള്ള മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ MOP എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിക്കാനുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ തന്നെ B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ അമേരിക്ക യുദ്ധത്തിൽ ചേർന്നു എന്നാവും. അതിനവർ മുതിരുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ വഴി ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിനെ കുറിച്ചും അതുവഴി എങ്ങനെയാണ് ഒരു രാജ്യം ആണവ ശക്തിയാകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും മറ്റുള്ള രാജ്യങ്ങൾ അത് എങ്ങനെയാണ് തടയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക്